കാലങ്ങൾക്കു മുമ്പ് ദേവന്മാരുടെയും അസുരന്മാരുടെയും യുദ്ധങ്ങൾ കൊണ്ട് ലോകം വിറച്ചു നിൽക്കുമ്പോൾ മഹിഷി എന്ന അസുര സ്ത്രീ ദേവന്മാരെ ഭീഷണിപ്പെടുത്തി. ശിവന്റെയും മഹാവിഷ്ണുവിന്റെയും സംയോജിത ശക്തിയായി അയ്യപ്പൻ ജനിച്ചു. പന്തള രാജാവ് രാജശേഖരൻ കാട്ടിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ട് ആ കുട്ടിയെ ഒരു ദിവ്യ സമ്മാനമായി സ്വീകരിച്ചു. കാലം കടന്നുപോയപ്പോൾ മാണിക്കണ്ഠൻ ധീരതയിലും നീതിയിലും വളർന്നു. ദേവന്മാർക്കു വേണ്ടി മഹിഷിയെ നേരിടാൻ പുറപ്പെട്ടു. ഭയങ്കരമായ ഒരു യുദ്ധത്തിനു ശേഷം അയ്യപ്പൻ മഹിഷിയെ പരാജയപ്പെടുത്തി. അവളുടെ ശാപം നീങ്ങി. മഹിഷിയുടെ ശരീരത്തിൽ നിന്ന് ദിവ്യപ്രകാശം ഉയർന്ന് അവൾ ഒരു സുന്ദരിയായ ദേവിയായി രൂപാന്തരപ്പെട്ടു. സ്വാമിയെ ഭർത്താവായി സ്വീകരിക്കാൻ അവൾ ആഗ്രഹിച്ചു എന്ന് അറിയിച്ചു. ആരും ശബരിമലയിൽ വരാതിരിക്കുമ്പോൾ താൻ വിവാഹിതനാകുമെന്ന് സ്വാമി അറിയിച്ചു. ദേവി പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാൻ സ്വാമിക്കായി കാത്തിരിക്കും. അങ്ങനെ ദേവി മാളികപ്പുറത്ത് കുടികൊണ്ടു. അവിടെ ഇന്നും ദേവിയുടെ ദിവ്യസാന്നിധ്യം നിലനിൽക്കുന്നു. മാളികപ്പുറത്തമ്മ ക്ഷേത്രം ശബരിമലയ്ക്ക് സമീപം തെളിഞ്ഞു നിൽക്കുന്നു. അയ്യപ്പന്റെ നട അടക്കുന്നതിനു മുൻപ് മാളികപ്പുറത്തമ്മയുടെ നടയും അടക്കും.